എടക്കരയിൽ ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ച കേസിൽ ഭിന്നശേഷിക്കാരനെതിരെയും കേസ്. ബാറ്ററി ചാർജ് ചെയ്യാൻ കയറിയ വീട്ടിലെ കുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്ന കുടുംബത്തിന്റെ പരാതിയിൽ പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. ജിബിനെ ആക്രമിച്ചവർക്കെതിരെ മാനസിക വൈകല്യമുള്ളയാളെ മനഃപൂർവ്വം മർദ്ദിച്ചെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ജിബിനെതിരെ പരാതിയുമായി കുടുംബം പോലീസിനെ സമീപിച്ചത്. അഷ്കർ അലി നൽകും കൂടുതൽ വിവരങ്ങൾ. അഷ്കർ അലി, ഗൗരവമുള്ള വകുപ്പുകളിലാണല്ലോ കേസ് വന്നിരിക്കുന്നത്. ഈ മറുപരാതിയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സുജിയ, ശനിയാഴ്ചയാണ് ഇത്തരത്തിൽ ഈ സംഭവം നടക്കുന്നത്. ജിബിൻ എന്ന് പറയുന്നത് 24 വയസ്സ് പ്രായമുണ്ടെങ്കിൽ പോലും ഒരു 4 വയസ്സുകാരുടെ ബുദ്ധി എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അത്രയേറെ മാനസിക വൈകല്യമുള്ള അല്ലെങ്കിൽ ബുദ്ധി വളർച്ച കുറവുള്ള ഒരു ആളാണ് ജിബിൻ. ജിബിനെതിരെയാണ് ഇപ്പോൾ ഈ കുടുംബം പരാതി കൊടുത്തിരിക്കുന്നത്. പരാതിയിൽ പറയുന്നത് ഈ ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യാൻ കയറിയ സമയത്ത് ആ വീട്ടിലെ ഒരു പെൺകുട്ടിയെ കയറി പിടിച്ചു എന്നാണ് ഈ പരാതിയിൽ കുടുംബം ആരോപിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എടക്കര പോലീസ് ജിബിനെതിരെ പോക്സോ കേസ് ചുമത്തുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ നിയമസാധ്യതയിൽ പോലീസ് തന്നെ ഇപ്പോൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്തരത്തിൽ മാനസികമായി ബുദ്ധി വളർച്ച പ്രശ്നം നേരിടുന്നില്ലെങ്കിൽ വൈകല്യമുള്ള ഒരാൾക്കെതിരെ ഇത്തരത്തിൽ ലൈംഗിക ഉദ്ദേശത്തോടുകൂടിയുള്ള